സോ ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് കൊമ്പൻ വെച്ചിട്ട് നമ്മൾ കോഴിക്കോട് ബീച്ചിലേക്കാണ് പോണേ. നമ്മുടെ ബിഗ് ബ്രദർ എന്ന് പറഞ്ഞാൽ അധോലോകം വെച്ചിട്ടാണ് നമ്മൾ പോണത്. കൊമ്പൻ്റെ നമ്മൾ ദീപു ചേട്ടൻ എന്നൊക്കെ കുറേ വെച്ചിട്ടാണ് എടുത്തേക്കണ വണ്ടി. അപ്പോൾ ഗായ്സ് അപ്പോൾ നമ്മൾ ഈ ലക്കിടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കണേ. അപ്പോൾ നമുക്ക് നേരെ ഇനി വയനാട് ചുരങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് ഇത് എൻ്റെ കൂട്ടുകാരൻ്റെ വീടാണ് ഗൈസ്. അപ്പോൾ അവനെ കൂട്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ പോണേ. അപ്പം ഇന്നാളെ നിങ്ങൾ ട്രിപ്പ് പോയപ്പോഴാണ് കണ്ടപ്പോൾ അന്ന് നമുക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളിന്ന് പോകും ഗൈസ്. ഓക്കെ, ഇവിടെ കൂട്ടുകാരുണ്ട്, ഞാനിപ്പോൾ അവനും കൊണ്ട് പോവാണ്. ഓക്കെ, നമുക്ക് പോവാം. ഓക്കെ, പിന്നെ ചുരം കത്തുമ്പോൾ അവന് വണ്ടി കൊടുക്കാനും മണ്ണ് ഗൈസ് ഓടിക്കാനായിട്ട്. അതാണ് പിന്നെ കൊമ്പൻ ചെയ്യുന്ന വണ്ടി ഗൈസ്. ഓക്കെ, സെറ്റ് വണ്ടി ഉണ്ട്. ഇന്ന് മോഡിഫിക്കേഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പണ്ടത്തെ പോലെ നല്ല ഇപ്പോൾ അതാണ്. ഓക്കെ ഗായ്സ്, അപ്പം എനിക്ക് ഈ മോഡ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗായ്സ്. പിന്നെ ഈ മാപ്പ് ഞാൻ ഡിസ്ക്രിപ്ഷൻസിൽ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ വണ്ടി ഇടിച്ചാൽ ഈ ചേട്ടന് സ്ഥലം തരുന്നില്ലല്ലോ. ഓണടിച്ചിട്ടും സ്ഥലം തരുന്നില്ലല്ലോ ഇയാൾ. ഇയാൾ സ്ഥലം തരുന്നില്ലല്ലോ. അപ്പുറത്തെ വണ്ടിയില്ല. ഇടിച്ച് അവിടെ ഇടിച്ചടാ ഇല്ല അല്ലേ. ഓക്കെ, അപ്പം ഞാനും പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് ഫ്രണ്ടിൻ്റെ പേര് വൈഷ്ണവാണ്. അപ്പോൾ അവനെ കൂട്ടിയിട്ട് പോണേ. എനിക്ക് ഇപ്പം ഇടിച്ചാണ് ഗൈസ്. ഇപ്പോൾ വണ്ടി പോവാണ്, സ്പീഡ് ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് തട്ടലും വീട്ടകളോ ഉണ്ട്. അപ്പോൾ ദീപു ചേട്ടൻ ഞങ്ങൾ അടിച്ചോ ചീത്ത അറിയാതെ ദേശത്തിനറിയാം ഗൈസ്. ഈ ഓട്ടോഷൻ നമുക്കൊന്ന് ഓവർടേക്ക് ചെയ്യാം. അപ്പുറത്തെ വണ്ടി ഉണ്ട്. ഇടിച്ചോ എൻ്റെ മോനെ, ഇടിച്ചടാ. ഇടിച്ചോന്നെ അറിയില്ല കേട്ടോ. ഓട്ടോഷാരും ഫ്രണ്ടിൽ പോകുന്നുണ്ട്, അറിയില്ല ഇടിച്ചോന്ന് അറിഞ്ഞൂടാ. ഇടിച്ചായിട്ട് അതിരുന്നു. നല്ല വളവാണ്. ഈ ഓട്ടോറിക്ഷക്കാരൻ ഹോണടിച്ചിട്ട് സ്ഥലം തരുന്നില്ലല്ലോ ഇയാൾ. പക്ഷേ ആക്ക് ഗായ്സ്, അപ്പം നമ്മളതേ വയനാട് ചുരങ്കം എത്തി. കണ്ട അവിടെ കാണിച്ചു തരണ്ട. അങ്ങനെ വയനാടിക്ക് നമ്മൾ കയറിയിരിക്കുന്നു ഗായ്സ്. ഓക്കെ ഗായ്സ്, എനിക്ക് നമുക്ക് അവന് വണ്ടി കൊടുക്കണം. നമുക്ക് സ്ഥലം നോക്കണം. നമുക്കൊന്ന് വണ്ടി ഓടിച്ചിട്ട് എവിടെയെങ്കിലും സ്ഥലം കിട്ടാൻ നോക്കാം. നോക്കണ്ട. ഒന്ന് കുറച്ചങ്ങോട്ട് കയറ്റിയിട്ട് എവിടെയെങ്കിലും സ്ഥലം കിട്ടണ്ടോന്ന് നോക്കാം. എന്നിട്ട് ഇതാക്കാം. അധികം വണ്ടിയില്ലാത്തതൊക്കെ സ്ഥലം നോക്കിയിട്ട് ഇത് ചെയ്യണ്ട ഗൈസ്, അല്ലെങ്കിൽ ഇടിക്കും വണ്ടി. പോട്ടെ. ഓക്കെ, നമുക്ക് സ്ഥലം കിട്ടിയിട്ടുണ്ട്. ഞാൻ അവനായിരിക്കും വണ്ടി ഓടിക്കുക. അപ്പോൾ ഗൈസ് ഞാൻ പോണു. ഓക്കെ, ബൈ. നമ്മളിപ്പോൾ കോഴിക്കോട് ബീച്ചിൽ പോകണം ഗൈസ്. ഞാൻ ആദ്യമായിട്ടാണ് കോഴിക്കോട് ബീച്ചിൽ പോണേ. ഞാനണ്ണനും കൂടി ഇന്നാള് പോയപ്പോൾ കണ്ടതാണ് കേട്ടോ ഗൈസ്. ഇടിച്ചാണ് അണ്ണൻ കണ്ടോ? എൻ്റെ സ്പീഡ് കണ്ടണ്ണ, എൻ്റെ ഡ്രൈവിംഗ് സ്കിൽസ് കണ്ടോ? സ്കിൽസൊക്കെ നല്ലതാണ്. നീ കാട്ടി കൊണ്ടൊന്ന് ഇടിക്കല്ലേ. ദീപു ചേട്ടൻ നമ്മൾ അതിനെ കൊല്ലും. അണ്ണൻ പേടിക്കണ്ട, ഞാനൊക്കെ എക്സ്പേർട്ടാണ്. അണ്ണനെ അറിയാം. കണ്ടില്ലേ, ഞാൻ വളച്ചെടുത്തതാണ്ട കണ്ടില്ല. അണ്ണൻ പേടിക്കണ്ട, അങ്ങോട്ട് ഇടിക്കാണ്ട് ഞാൻ നോക്കിയാ ഇടിച്ചു പിടിപ്പിച്ചു പോയാലോ. ഏയ് വേണ്ട, നീ ഓവർടേക്കൊന്നും ചെയ്യില്ല. അപ്പോൾ അതൊക്കെ മതി. ശരി അണ്ണ, അവിടെ പോയി ഉറങ്ങിക്കോ. ഇടിച്ചല്ലോ. എന്താ പറയുക, നീ തട്ടിയ സൗണ്ട് കേട്ടെ. അണ്ണ അത് ഏതാണ്ട് വണ്ടി വേറെ വണ്ടി ഇടിച്ച അണ്ണൻ പേടിക്കുന്ന വേണ്ട, അണ്ണൻ ഉറങ്ങിക്കോ.
ശരി, നീ മര്യാദയ്ക്ക് ഓടിച്ചോളൂട്ടാ. ആ ശരി അണ്ണാ, ഓക്കെ ഓക്കെ. ഗൈസ് നമുക്ക് അതൊക്കെ പോവാൻ. ആരും അണ്ണനോട് പറയരുത്, തിരിച്ചു കാര്യങ്ങളും പറയില്ലേ, ശിക്കാട്ടാടിരുന്നോ അണ്ണനെ പറഞ്ഞിട്ടുണ്ടോ. നമുക്ക് ഇനി പാലക്കാട് അല്ല കോഴിക്കോട് എത്തുമ്പോൾ നമുക്ക് അണ്ണനെ വണ്ടി ഓടിക്കണം. ഓക്കെ, ഈ ചുരങ്കത്ത് ഓടിക്കാൻ സീനട്ടാ. സെറ്റ് വൈബാണ് ഗൈസ്, സെറ്റ് വൈബാണ്. ഇങ്ങനെ കൊമ്പന്റെ വണ്ടി ഇങ്ങോട്ട് ഓടിക്കാൻ അണ്ണനോട് ലക്കൻ. അണ്ണനോട് നന്ദി. ഇപ്പൊ ഗൈസ് ഇപ്പൊ ഞാൻ കാര്യം പറയാൻ വന്നവേ, ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന സമയത്ത് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ കഷ്ടപ്പെട്ടാണ് ഗൈസ് ഈ വീഡിയോ എടുക്കണേ, അപ്പൊ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പൊ ഗൈസ് അപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കാണ്. ഇടിച്ച് അയ്യോ എടാ എന്നിട്ടാ ഇടിച്ചേ? ഒന്നിലാണ് അത് ചെറുതായിട്ടൊന്ന് മരത്തം ഇടിച്ചതാ. എടാ ഞാൻ പറഞ്ഞാലടാ മര്യാദയ്ക്ക് ഓടിക്കാൻ. താഴെ ഞാൻ വണ്ടി ഓടിക്കാൻ. ആ ശരി ശരി. വണ്ടികൾ കുറെ ഉള്ള കാരണം അങ്ങനെ പണിയാണ് ഗൈസ്. സൂക്ഷിച്ചു പോണം ഇനി വന്നിട്ട്. ഗൈസ് മഴ വന്നിട്ടാ, നമുക്ക് അവിടെ ഉച്ചയാകുമ്പോഴേക്കും നമ്മള് കോഴിക്കോട് എത്തുമായിരിക്കില്ലേ? ആ ഉച്ചയാകുമ്പോഴേക്ക് എത്തും ഉറപ്പാ. ഉച്ചയാകുമ്പോഴായിരിക്കും. ഓക്കേ പതുക്കോ. ഇവര് ഫോൺ അടിക്കില്ല ഗൈസ്, എന്തായാലും ഫോൺ അടിക്കാത്ത കാരണം പ്രശ്നം. പതുക്കെ ഓടിച്ചല്ലേ തരൂ. ഫോൺ അടിക്കില്ല, ലൈറ്റ് അടിച്ചാലും ഇല്ല. അടുത്ത് നമ്മളെ ലൈറ്റ് അടിക്കും. ഓക്കേ വളച്ചെടുക്കാം. പക്ഷെ കുറച്ച് ദൂരം കൂടെ പോയാലേ ചുരുങ്ങത്തരിക്കും. ഓക്കേ ഓക്കേ വളവ് പതുക്കെ എടുക്കാം. പതുക്കെ പത്ത് വണ്ടി ഉണ്ട്. വാങ്ങി ഇരിക്കാത്ത അമ്മ ഇവിടെ ഓടി നടക്കണ്ടല്ലോ. കേളായാണോ? പോവാ വണ്ടി പോട്ടെ. ഓക്കേ അടിച്ചു. അണ്ണനെ ഇറങ്ങിയാന്നുണ്ട്. ഭാഗ്യം ആവും പോവാ. ഭാഗ്യണ്ടേ. നല്ല ഇടിച്ചിടിച്ച് പല പരിവായി ഉണ്ടാവും ദൈവമേ. അങ്ങനെ അറിയാനൊരു നാടായിരുന്നു. വീട്ടിലിറങ്ങുമ്പോൾ കാണാവോ? അയ്യോ കാത്തിക്ക് അറിയാണ്ട് വേറെ കാര്യമില്ല. പോട്ടെ വണ്ടി പോട്ടെ. ഗൈസ്മിനൊരു കാര്യം ചോദിക്കാൻ പറഞ്ഞത്, നിങ്ങൾക്ക് കൊമ്പനാണോ അതോ ജയ്ഗുരാണോ അതിൻ്റെ ഇഷ്ടമുള്ള ബസ്സിൻ്റെ പേര് കമൻറ്റ് ചെയ്തോ. ജയ്ഗുര അല്ലെങ്കിൽ കൊമ്പൻ. അടുത്ത ബസ് ഏതാ വേണമെന്ന് നിങ്ങളൊന്ന് പറഞ്ഞോളെ. ബസ് ഏതെടുക്കണ്ടായിരുന്നു. ഞാൻ പലരും ചോദിച്ചിട്ടാണ് ഗൈസ് നമ്മളിപ്പോൾ കോഴിക്കോട് പോണേ, ബീച്ചിലേക്ക് പോണേ. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് അണ്ണനെ വണ്ടി കൊടുക്കാം ഗൈസ്. ഓക്കെ അപ്പോൾ ഗായ്സ് ഇപ്പം ഞാനപ്പോൾ വണ്ടി ഓടിക്കണം ഗൈസ്. ഇപ്പോൾ നമ്മൾ കോഴിക്കോട് എത്തിയിട്ടുണ്ട് ഗായ്സ്. ഇനി കുറച്ച് ദൂരം കഴിഞ്ഞാൽ നമുക്ക് കോഴിക്കോട് ബീച്ച് കാണാൻ പറ്റും. നമുക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഈ വീടും മരങ്ങളുള്ള കാരണം നമുക്ക് അധികം കാണാൻ പറ്റില്ല. അപ്പം നമുക്കിനി കുറച്ചും കൂടി ദൂരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ബീച്ച് കാണാൻ പറ്റുമായിരിക്കും. ആരും വീടൊക്കെ ഉള്ള കാരണേ ഇപ്പം നമുക്ക് ഉച്ചയാകുമ്പോൾ എത്തിക്കണം ഗൈസ്. ഇപ്പം നമുക്കിനി ഇവിടെ സ്റ്റേ അടിച്ചിട്ട് നാളെ കൂട്ടാനായിട്ട് ആക്കിയിട്ട് വേണം നമുക്ക് പോകാൻ. ഉച്ചയ്ക്ക് നമ്മൾ വൈകുന്നേരം വരെ നിൽക്കാം, കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാം ഗൈസ്. ഓക്കെ ഗൈസ് ഇപ്പോൾ വണ്ടി പോവാണ് ഗൈസ്. ഓക്കെ ഞാനോ ചേട്ടൻ സ്ഥലമില്ലല്ലോ ഗൈസ്. അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമ്മൾ കഷ്ടപ്പെട്ടാണ് ഈ വീഡിയോ എടുക്കണേ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഓക്കെ ഗൈസ് കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഞാൻ ചെറുതായിട്ട് കാണാൻ പറ്റുന്ന തോന്നുന്നുണ്ട്. കാണാൻ പറ്റുന്നത് ലെഫ്റ്റ് റൈറ്റ് സൈഡിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഗൈസ്. ദേ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഡേ ഇതാണ് ഗൈസ് നമ്മൾ ബീച്ച്. കുറച്ച് അത് കാണിച്ചു തരാം. എൻ്റെ മോനെ ഞാൻ ആദ്യമായിട്ട് തന്നെയാണ് ബീച്ച് സീനാണ്. ഓക്കെ നമുക്ക് പോവാൻ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ
ഇത് ഇതാക്കാൻ പിടിച്ചാനെ ഗൈസ് നമുക്ക് പോവാണ് ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് സ്ഥലമുണ്ട്, ഒരു കുഞ്ഞു സ്ഥലമുണ്ട്, അത് കൂടെ നമുക്ക് കയറ്റിയിട്ട് കടലിന് അങ്ങോട്ട് കയറ്റാം. ഈ മരങ്ങളൊക്കെ കഴിയിട്ട് ഗൈസ്, മരങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടി കയറ്റാം. അങ്ങോട്ട് കയറ്റാൻ പറ്റും. ഞാൻ നിങ്ങൾ കണ്ടതാണ്. ഈ മരമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് വീടുകളുണ്ട്. ആ വീടുകൾ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ നമുക്ക് എൻട്രൻസ് എന്ന് പറയണ പോലെ ഉണ്ട്. ഇപ്പോൾ ആൾക്കാരൊന്നുമില്ല ഗൈസ്, എന്താണെന്ന് വെച്ചാൽ നല്ല നട്ടുച്ചയല്ലേ. അത് കാരണം നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ എത്തിയില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇവിടുന്ന് കുറച്ച് നേരം നിന്നിട്ട് ചോറിനിട്ട് നമുക്ക് ഒരു അപ്പോഴേക്ക് വൈകുന്നേരമായിരിക്കും, ഒരു 4 മണിക്കോ അപ്പോഴേക്കും ആൾക്കാരുണ്ടാവും. അപ്പം നമുക്ക് അങ്ങനെ പോവാം. എന്നിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് തന്നെ പോവാം. എന്നിട്ട് വണ്ടി കൊണ്ട് ഗരാജിൽ കൊണ്ട് ഇടണം, നമ്മുടെ അതിരാവി അങ്ങനെ കൊണ്ടിടണം. ഈ ഗൈസ് വേണ്ട, ഇപ്പോൾ ഇത് മരങ്ങൾ വീടൊക്കെ കുറഞ്ഞു തുടങ്ങി ഗൈസ്. നമുക്ക് ഇങ്ങനെ പോവാം. വീട്ടിൽ അങ്ങോട്ട് ആക്കിയ ഗൈസ്. നമുക്ക് സ്ഥലം എത്തിയിട്ടുണ്ട്. പിന്നെ ലെഫ്റ്റ് അടിച്ച് പോവാം അങ്ങോട്ട്. കുറച്ചും കൂടെ കഴിഞ്ഞാൽ അവിടെ ഒരു ഇതുണ്ട് ഗൈസ്. അത് കാരണമാണ് അവിടേക്ക് കണി കുഴപ്പമില്ല, അവിടെ ഒരു ഇതുണ്ട്. ഇപ്പം മുട്ടൊന്നുമില്ല, അതാണ് ഗൈസ്. കണ്ട വളച്ചെടുക്കട്ടെ ഏട്ടാ. എടാ അവിടെ വണ്ടി ഉണ്ടോ നോക്കിയടാ. ആടാ ഓക്കെ. അപ്പം നമ്മൾ ഗൈസ് നമ്മൾ കോഴിക്കോട് ബീച്ച് എത്തി ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ കോഴിക്കോട് ബീച്ച് എത്തിയിട്ടാ. ഇതാണ് ഗൈസ് കോഴിക്കോട് ബീച്ച്. ഓക്കെ ഗൈസ്, നമ്മൾ കോഴിക്കോട് എത്തി. അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ഗൈസ് അത്ര ആൾക്കാരൊന്നും ഇല്ല. കാരണം ഞാൻ പറഞ്ഞില്ല നട്ടുച്ചയാണ്, അത് കാരണം. പിന്നെ നല്ല വെയിൽ ചൂടല്ലേ, അത് കാരണമാണ് നമുക്കൊന്ന് പാർക്ക് ചെയ്യാം. അപ്പം കുറച്ച് ഫോട്ടോസ് എടുക്കാം. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ എല്ലാവരും കാത്തിരുന്നോളൂ. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ ബീച്ച്. നമുക്ക് ഇനി ഇറങ്ങാം. പാർക്ക് ചെയ്ത് തരട്ടെ, ബാക്കിൽ കിട്ടുന്ന കുറച്ചെടുത്തിടാം. ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് ലൈറ്റ് ഷോ നടത്തണ്ടായിരുന്നു. നൈറ്റ് ഷോ അല്ല, എല്ലാവരും നമുക്ക് കയറിയാനെ കൊമ്പനല്ല. ഗൈസ് നമുക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, കുറച്ചും കൂടെ ഒന്ന് ഇതാക്കാണ്ട് കേട്ടോ ഗൈസ്. ഓക്കെ വൈഷ്ണവ് നീ ഇറങ്ങിക്കോടാ. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ ബീച്ച് ഇട്ടാ. ഓക്കെ, എന്തേ നമ്മുടെ കൊമ്പ എന്ത് അതോ ലോകം ഒരാളെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബ്രദർ എടുക്കാനായിട്ട്. അത് അന്ന് എടുത്തു, പക്ഷെ അത് അത്ര നല്ലതായിരുന്നില്ല. പക്ഷെ ഇതാണ് പുതിയ ബിഗ് ബ്രദറാണ്. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ കോഴിക്കോട് ബീച്ചത്. ഒറ്റ ആൾക്കാരില്ലടാ, നമുക്കതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല, ഗ്ലാസ്സാണ്. ഓക്കെ ഗൈസ്, ഇപ്പം ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ. Bye.